നമസ്കാരം. 20ഓളം ദിവസങ്ങൾ സംസ്ഥാനത്തില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരു മന്ത്രിക്ക് നൽകണമെന്ന CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം പോലും പിണറായി വിജയൻ തള്ളി എന്നുള്ളതാണ് സൂചനകൾ. 20ഓളം ദിവസങ്ങളാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരു മന്ത്രിക്ക് നൽകേണ്ടതല്ലേ? അത് നൽകണമെന്ന CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തുകയാണ് പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി എന്നാണ് വരുന്ന സൂചനകൾ. മുഖ്യമന്ത്രി ഇടപെടേണ്ട അടിയന്തര വിഷയങ്ങളുണ്ടെങ്കിൽ ഫോണിലോ മെയിലിലോ തന്നെ ബന്ധപ്പെടാമെന്നും ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് വിവരം. ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ വി വേണുവിനാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയെന്ന് പരിഹസിക്കുകയാണ് ക്യാബിനറ്റിലെ ഇപ്പോഴത്തെ സഹമന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ ചുമതല കൈമാറാത്തതിൽ CPMനുള്ളിൽ തന്നെ അമർഷം പുകയുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ CPMനുള്ളിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അറിയിക്കുവാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ, അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് എന്താ മറ്റു സ്ഥലങ്ങളിലേക്ക് പൊക്കൂടെ? മുഖ്യമന്ത്രി പോകുന്നതിൽ എന്താണ് തെറ്റ്? ഇത്രയും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ അധികാരം കൈമാറിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി വേണമെങ്കിൽ ഓൺലൈനിൽ വന്ന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ? മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ മന്ത്രിസഭാ യോഗം പോലും ഓൺലൈനായിട്ട് നടത്തുവാൻ പ്രാപ്തിയുള്ള ആളാണ് എന്നൊക്കെയാണ് ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ വാതോരാതെ പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളില്ലാതെ AKG സെൻറ്ററിൻ്റെ അകത്തളങ്ങളിൽ ഉയരുന്ന പുക പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന വലിയ വിപ്ലവത്തിൻ്റേതാണെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയെ സഹിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സഖാവിനെ സഹിക്കുവാനും ഒരു പരിധിയുണ്ട് എന്ന് AKG സെൻറ്ററിലെ ഒരു വിഭാഗം CPM നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇങ്ങനെ എന്തും ഏതും തന്നിഷ്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ, ഒരു സഖാവിനെ ചുമക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ടോ, ഈ സർക്കാരിനുണ്ടോ എന്ന് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും പാർട്ടിയിലെ തന്നെ ഉന്നതരും മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തും തന്നിഷ്ടപ്രകാരം മാത്രം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറാൻ ഇത് ഫ്യൂഡൽ ചിന്താഗതിയുള്ള ഒരു സർക്കാർ സംവിധാനമല്ല. ഇത് ഭരിക്കുന്ന ഒരു ബൂർഷ്വാസിയുമല്ല എന്നുള്ള വിശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ എന്തിനുമേതിനും തൻ്റെ ഇഷ്ടം മാത്രം നോക്കുന്ന തരത്തിലേക്ക് ഒരു ഫ്യൂഡൽ മാടമ്പിയായി പിണറായി വിജയൻ ഏകാധിപതിയായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി പറയുന്ന നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. ഇവിടെ പിണറായി വിജയൻ 20 ദിവസക്കാലം ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ ചുമതല മാറ്റിക്കൊടുക്കേണ്ടതല്ലേ? ഒരു മന്ത്രിക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ ചുമതല നൽകേണ്ടതല്ലേ? അതെന്തുകൊണ്ട് നൽകുന്നില്ല? അങ്ങനെ നൽകണമെന്നുള്ള പാർട്ടി നിർദ്ദേശം ഇരിക്കുമ്പോൾ പോലും അതുപോലും ചെവിക്കൊള്ളാതെ, പാർട്ടി തീരുമാനങ്ങൾ പാർട്ടി നിർദ്ദേശങ്ങൾ പോലും കൈക്കൊള്ളാതെ വിദേശയാത്രകൾ നടത്തുന്ന പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകാധിപതിയെ സഹിക്കേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ടോ, ഈ പാർട്ടിക്കുണ്ടോ എന്ന് പാർട്ടി അണികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു വിഭാഗത്തിനെങ്കിലും അത്തരത്തിലുള്ള ചിന്ത വന്നു തുടങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ചുപേർ അന്തംകമ്മികൾ ഇന്നും അടിയാന്മാരായി ഓച്ചാനിച്ച് പിണറായി വിജയന് കീഴിലുണ്ടായിരിക്കും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതല്ലാത്ത ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൽ ചില ചിന്തകൾ പൊന്തിത്തുടങ്ങും. ഇങ്ങനെ ഒരു സഖാവിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്ന് മന്ത്രിസഭയും, ഇങ്ങനെ ഒരു സഖാവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പാർട്ടിയും ചിന്തിച്ചു തുടങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രിയുടെ അധികാരം നൽകിയിരിക്കുന്നത് എന്നുള്ള മന്ത്രിമാരുടെ പരിഹാസത്തെ ചോദ്യം ചെയ്യാനുമാകില്ല. കാരണം മറ്റൊരു മന്ത്രിക്കും അധികാരം കൊടുക്കാത്ത സാഹചര്യത്തിൽ എല്ലാം ചീഫ് സെക്രട്ടറിയോട് ചോദിക്കൂ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മുഖ്യമന്ത്രി വേണുവാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് 20 ദിവസത്തേക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ അധികാര പദവികൾ ഉപയോഗിക്കുവാൻ വേണുവിനാകും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മന്ത്രിസഭയെയും പാർട്ടിയെയും ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ സഹിക്കാൻ ഈ സർക്കാരിനോ ഈ പാർട്ടിക്കോ ഇനി എത്ര നാൾ കഴിയും?